Top headline. ആശാസമരം പഠിക്കാൻ 5 ഉന്നതതല സമിതി. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ അധ്യക്ഷ. ആശമാരുടെ ഓണറേറിയവും സേവന കാലാവധിയും പഠിക്കും. 3 മാസത്തിനകം സർക്കാരിനും ആരോഗ്യ വകുപ്പിനും റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചെന്ന വെളിപ്പെടുത്തലുമായി മുൻ മന്ത്രി ജി സുധാകരൻ. CPIM സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തി. കൃത്രിമം കാണിച്ചത് 36 വർഷം മുൻപ് KV ദേവദാസ് ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ലെന്നും സുധാകരൻ. വെളിപ്പെടുത്തൽ NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിൽ. പെട്ടവരല്ല ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഭരണഘടനയിൽ പറയുന്നത് രാഷ്ട്രീയമില്ല. നിങ്ങളുടെ സംഘടനയിൽ ഏത് പാർട്ടിപ്പെട്ടവരും ചേരാം. പക്ഷെ ഒട്ടിച്ച് തന്നാൽ ആരും അറിയില്ല. എന്ത് കരുതൽ പാർട്ടികൾ ഞങ്ങൾ ഒട്ടിക്കും. ഒട്ടിച്ച് വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരുത്തി എല്ലാ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. തിരുത്തി ഞാൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ദേവദാസിൻ്റെ ഞാനാ സെക്രട്ടറി. മലപ്പുറം കാളികാവിൽ കാണാതായ ടാപ്പിംഗ് തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. കല്ലാമൂല സ്വദേശി ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയത് RRTയുടെ പരിശോധനയിൽ. മൃതദേഹം പുലി ആക്രമിച്ച നിലയിൽ. പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകി വനം മന്ത്രി. മൃതദേഹം മാറ്റാൻ സമ്മതിക്കാതെ നാട്ടുകാർ. ആ കോഴി ഫാമിന്റെ മതിൽ എടുത്ത് ചാടുന്ന ശരിക്കും കണ്ടു. അയാൾ ഹെഡ്ലൈറ്റ് കെടുത്താതെ നോക്കി ഇങ്ങനെ ഹെഡ്ലൈറ്റ് കെടുത്ത അയാൾക്ക് പേടി. കടുവന്നെ ആയിരിക്കാനാണ് സാധ്യത. 2 പ്രാവശ്യം അവിടെ ചോര വെള്ളമുണ്ട്. അവിടെ കടക്കണം കണ്ട ആൾക്കാരുണ്ട്. തൃശൂരിൽ 2 ഇടങ്ങളിൽ കാട്ടാനയാക്രമണം. അതിരപ്പിള്ളി കണ്ണംകുഴിയിൽ കാട്ടാന വീട് തകർത്തു. ആക്രമിച്ചത് കണ്ണംകുഴി സ്വദേശി രാജുവിന്റെ വീട്. വടക്കാഞ്ചേരിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് 2ാം തവണ. നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് തുറവൂർ സ്വദേശി ഐവിൻ ജിജോ. കൊലപാതകം വാഹനത്തിൽ സൈഡ് നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന്. തർക്കത്തിന് പിന്നാലെ ഐവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയെന്ന് FIR. CISF ഉദ്യോഗസ്ഥരെ നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബില്ലുകളിലെ തീരുമാനത്തിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയോട് 14 ചോദ്യങ്ങളുമായി രാഷ്ട്രപതി. പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള സവിശേഷാധികാരം ഉപയോഗിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭരണഘടനയിൽ ഇല്ലാത്ത സമയപരിധി കോടതിക്ക് നിർവചിക്കാനാകുമോ എന്ന് ചോദ്യം. ഭരണഘടനാ വ്യാഖ്യാനങ്ങളുള്ള വിഷയങ്ങൾ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചല്ലേ പരിഗണിക്കേണ്ടതെന്നും ദ്രൗപദി മുർമു. വയനാട് മേപ്പാടിയിൽ ടെന്റ് തകർന്നു വീണ വിനോദസഞ്ചാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് മലപ്പുറം നിലമ്പൂർ അകമ്പാടം സ്വദേശി അനിഷ്മ. 900 വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിൽ നിർമ്മിച്ചിരുന്ന ടെന്റാണ് തകർന്നു വീണത്. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. അപകട കാരണം ഇന്നലെ പെയ്ത മഴയെന്ന് റിസോർട്ട് മാനേജർ. കണ്ണൂർ മലപ്പട്ടം അടുവാപ്പുറത്തെ സംഘർഷത്തിൽ കോൺഗ്രസ് CPIM പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. 50 കോൺഗ്രസ് പ്രവർത്തകർക്കും 25 CPIM പ്രവർത്തകർക്കുമെതിരെ കേസ്. കോൺഗ്രസ് പുനർനിർമ്മിക്കുന്ന സ്തൂപം തകർത്തത് CPIM എന്ന് കോൺഗ്രസ്. മലപ്പട്ടം അടുവാപ്പുറം മേഖലകളിൽ കനത്ത പോലീസ് കാവൽ. തിരുവനന്തപുരത്ത് അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. അഭിഭാഷകൻ ബെയ്ലിൻ ദാസ് 3ാം ദിനവും ഒളിവിൽ. പ്രതി ബെയ്ലിൻ ദാസ് ഇന്ന് മുൻകൂർ ജാമ്യം എടുത്തേക്കും. വിഷയം ചർച്ച ചെയ്യാൻ ബാർ അസോസിയേഷൻ ജനറൽ ബോഡി ചേരും. കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ സംഭവം ഹൈക്കോടതി ഉത്തരവിനെതിരെ മധ്യപ്രദേശ് മന്ത്രി സുപ്രീം കോടതിയിൽ. ജബൽപൂർ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തതാണ് ഹർജി. സോഫിയ ഖുറേഷി ഭീകരവാദികളുടെ സഹോദരി എന്ന പരാമർശത്തിൽ വിജയ് ഷായ്ക്കെതിരെ മാൻപൂർ പോലീസ് കേസെടുത്തു.
ശുഭാൻശു ശുക്ലയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രാ തീയതിയിൽ മാറ്റം. ആക്സിംഗ് 4 ദൗത്യം ജൂൺ 8 മാറ്റി. വിക്ഷേപണം കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന്.